ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായിരുന്നു 4ാം ടെസ്റ്റ് എന്ന് പറയാം. അതിൽ 184 റൺസിന്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയെ കുറിച്ച് വമ്പൻ 474 മറികടക്കാനിറങ്ങിയ ഇന്ത്യക്ക് 369 റൺസാണ് നേടാനായത്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയെ കുറിച്ച് 234 ഇന്ത്യയെ ശരിക്കും അതീവ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ 4ാം ഇന്നിംഗ്സിൽ ഇന്ത്യ കളി മറന്നു. ജയ്സ്വാൾ നേടിയ 84ഉം ഋഷഭ് പന്ത് നേടിയ 30 ഒഴിച്ചാൽ മറ്റാർക്കും മത്സരത്തിൽ 2 അക്കം കടക്കാനായില്ല. ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിൽ ആടിയുലഞ്ഞ മത്സരമായിരുന്നു അത്. 121-ന് 4 എന്ന നിലയിൽ നിന്നും 155-ന് ഇന്ത്യ ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ട മത്സരത്തിലായിരുന്നു ഇന്ത്യയുടെ തോൽവി എന്നത് എടുത്തു പറയേണ്ടതാണ്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ഓപ്പൺ ചെയ്യാനെത്തിയപ്പോൾ 16ാം ഓവറിലാണ് രോഹിത്തിന് നഷ്ടമായത്. എന്നാൽ KL രാഹുൽ, വിരാട് കോഹ്ലി എന്നിവരെ അടുത്ത ഇടവേളകളിൽ നഷ്ടമായത് ഇന്ത്യക്ക് അതീവ സമ്മർദ്ദം ഉണ്ടാക്കി. ഋഷഭ് പന്ത് പതിവ് പോലെ പിഴവിലോട് വിക്കറ്റ് വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ത്യ അതീവ സമ്മർദ്ദത്തിലും. പിന്നാലെ ജഡേജ, നിതീഷ് കുമാർ, ആകാശ് ദീപ്, ബുംറ എന്നിവരെല്ലാം കാഴ്ചക്കാരായി മാത്രം നിന്നു. ജയ്സ്വാൾ 208 പന്തിൽ 8 4 നേടി 84 റൺസാണ് നേടിയത്. എന്നാൽ ജയ്സ്വാളിന്റെ ഔട്ടടക്കം വിവാദത്തിലാവുകയാണ്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബൗളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ബോളൻഡും പാറ്റ് കമിൻസും 3 വിക്കറ്റ് വീതം നേടിയപ്പോൾ സ്റ്റാർക്കും ട്രാവിസ് ഹെഡും ഓരോ വിക്കറ്റും സ്വന്തമാക്കി. നാഥൻ ലിയോൺ നേടിയത് പ്രധാനപ്പെട്ട 2 വിക്കറ്റുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ ഒരു വലിയ പടുകൂട്ടൻ തോൽവിയാണ് നേടിയതെന്ന് പറയാം. ഇതോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന സ്വപ്നം ഇന്ത്യക്ക് നഷ്ടമാവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതീവ സമ്മർദ്ദത്തിലാണ് ഇന്ത്യ കടന്നു പോകുന്നത്. നായകൻ രോഹിത് ശർമ്മ, സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവരുടെ ഭാവി അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന തോൽവി തന്നെയാണിത്. അതുകൊണ്ട് ഇവർ 3 പേരും പരമ്പരയുടെ ഒടുവിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളും സജീവമാണ്.